നാളെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കുകയാണ്. വിഷ്ണു നേരത്തെ പൊതുവിലുള്ള സാഹചര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബംഗാളിൽ നിന്ന് ഏറ്റവും കൃത്യമായ വിവരങ്ങളുമായി രാജേന്ദ്രൻ കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരാനുണ്ട് എന്നുള്ളത്. ഇപ്പോൾ കെ രാജേന്ദ്രൻ ബംഗാളിൽ നിന്ന് നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് രാജേന്ദ്രൻ. ഗുഡ് മോർണിംഗ്. സന്ദേശ് ഖാലിയും ഗവർണർ വിഷയവും ഒക്കെ ആഞ്ഞടിച്ച കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് വേണം ബംഗാളിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നാളത്തെ ഒരു ദിവസത്തെ വിലയിരുത്താൻ. നിരവധിയായ ആരോപണ പ്രത്യാരോപണങ്ങൾ വാദപ്രതിവാദങ്ങളൊക്കെയും ഉണ്ടായി. ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ മുന്നേറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഉണ്ടാകണമെന്ന് ജനങ്ങൾ കൂടി ആഗ്രഹിക്കുന്നു. വിവിധ ഇടങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷവും നിർത്തിയിരിക്കുന്നു. വലിയ വിജയപ്രതീക്ഷ ഉണ്ട്. എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി അവിടെ കാണാനാകുന്നത്, ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? നാളെ 4 മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടക്കുന്നത്. ഇത് ജാംഗിപ്പൂർ, മുർഷിദാബാദ്, തെക്കൻ മാൾഡ, വടക്കൻ മാൾഡ. ഈ 4 മണ്ഡലങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ 4 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു, ഒരു മണ്ഡലത്തിൽ BJP ജയിച്ചു, ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചു. എന്നാൽ ഇത്തവണ ഇതായിരിക്കില്ല സ്ഥിതി. ഇത്തവണ ഈ 4 മണ്ഡലങ്ങളിൽ CPM-ഉം കോൺഗ്രസും മുന്നേറ്റമുണ്ടാകും. ഇവിടെ തൃണമൂൽ കോൺഗ്രസിനും BJP-ക്കും ഈ മേഖലയിൽ തിരിച്ചടിയിരിക്കും. ഇതാണ് ആ പ്രദേശങ്ങളിലൂടെ, ആ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. തെരഞ്ഞെടുപ്പ് ഈ പ്രചരണ രംഗത്ത് ആ മേഖലയിൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ മേൽക്കൈയുണ്ടായിരുന്നു. ആ മേഖലയിൽ നമുക്കത് മൊത്തം ഇതൊരു ബംഗാളിൻ്റെ പൊതുചിത്രമാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് നല്ല ശക്തിയുള്ള പ്രദേശമാണ്. മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇടതുപക്ഷത്തിന് ബംഗാളിൽ ഒരു തിരിച്ചടി ഉണ്ടായപ്പോൾ താരതമ്യേന നന്നായി പിടിച്ചു നിന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഇടതുപക്ഷത്തിനൊരു മേൽക്കൈയുണ്ട്. മറ്റ് പ്രദേശങ്ങളെല്ലാം തന്നെ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ചില വിഷയങ്ങൾ ഇതിനകത്ത് അവസാന ഘട്ടത്തിൽ ഉയർന്നു വന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവർണറായ CV ആനന്ദബോസിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണവും അതുമായി ബന്ധപ്പെട്ട പരാതിയും തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP വളരെ നേരത്തെ തന്നെ, അതായത് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു അജണ്ട ഇവിടെ ഇങ്ങനെ അജണ്ട ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത്. ആ അജണ്ട എന്ന് പറയുന്നത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. ഇവിടുത്തെ പശ്ചിമ ബംഗാളിലെ തൃണമൂൽ സർക്കാരിന് കീഴിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല. ഇതിന് അവരൊരു വർഗീയ നിറം നൽകിക്കൊണ്ടാണ് ആ ഒരു വിഷയം മുന്നോട്ട് വെച്ചത്. സന്ദേശ് ഖാലി എന്ന പ്രദേശത്ത് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാരെല്ലാവരും തന്നെ വൻതോതിൽ പാവങ്ങളുടെ കയ്യിൽ നിന്നും ഭൂമി തട്ടിയെടുക്കുന്നു. ഈ ഭൂമി തട്ടിയെടുക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് സന്ദേശ് ഖാലിയിലല്ല, നമ്മൾ ഈ ബംഗാളിൽ ഉടനീളം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലയിൽ ഇതുപോലെ ഭൂമി തട്ടിയെടുക്കുന്ന, ദരിദ്രരുടെ പക്കൽ നിന്ന് ഭൂമി തട്ടിയെടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പണ്ട് 1977 അന്ന് ജ്യോതി ബസു സർക്കാർ സമഗ്രമായ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ സംസ്ഥാനമാണിത്. നമ്മൾ ഏത് ഗ്രാമപ്രദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും 4-5 ഏക്കർ വരെയെല്ലാം തന്നെ ഈ അന്ന് ജനങ്ങൾക്ക് ഭൂമി കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഇന്നും കാണാൻ സാധിക്കും. പക്ഷേ ആ ഭൂമിയെല്ലാം തന്നെ ഈ ഗുണ്ടായുസം ഉപയോഗിച്ചുകൊണ്ട്, തെറ്റായ വ്യാജരേഖകൾ ചമച്ചുകൊണ്ടെല്ലാം തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കന്മാർ, ഫ്യൂഡൽ മാടന്മാർ അവരെല്ലാം തട്ടിയെടുക്കുന്നു. എന്നാൽ ഈ വിഷയത്തിന് ഒരു വർഗീയ നിറം തൃണമൂൽ കോൺഗ്രസ് BJP നൽകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അവിടെ ഇത്തരം തട്ടിപ്പ് നടത്തിയ ഷാജഹാൻ ഷെയ്ഖ് എന്നൊരു തൃണമൂൽ കോൺഗ്രസ് നേതാവിനെ പിടികൂടി. ആ ഷാജഹാൻ ഷെയ്ഖിനെ CBI അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ടു. അപ്പോൾ ഒരുപാട് പേർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതിനകത്തൊരു മുസ്ലിം നാമധാരിയെ മാത്രമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതൊരു വർഗീയ പ്രശ്നമാണ്, മതവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന രീതിയിലാണ് ഇവിടെ BJP-യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. ആ രീതിയിലൊരു വർഗീയ ചേരുവകൾ ഉണ്ടാക്കുക, ഇതാണ് BJP പയറ്റുന്ന അജണ്ട. മറ്റ് നമ്മൾ ഈ രാജസ്ഥാനിലും UP-യിലും എല്ലാം തന്നെ പ്രധാനമന്ത്രി കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയിരുന്നു. എന്നാൽ ഇവിടെ അദ്ദേഹം പ്രചാരണത്തിനെത്തിയപ്പോൾ അതിന് തയ്യാറായില്ല. കാരണം അത് ഇവിടെ തിരിച്ചടിക്കുമെന്നറിയാം. അതിനു പകരം സന്ദേശ് ഖാലി എന്ന വിഷയത്തെ ഒരു സാമുദായിക പ്രശ്നമായി ഉയർത്തിക്കാണിക്കുക, ഇതാണ് പ്രധാനമന്ത്രി ചെയ്തിരുന്നത്. മറ്റൊരു പ്രധാന വിഷയം, ഇവിടെ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരെ, മമതാ ബാനർജിക്കെതിരെ ശക്തമായ ജനവികാരമുണ്ട്. കാരണം ഇവിടുത്തെ 3 മന്ത്രിമാർ ജയിലിലാണ്, അവരെല്ലാം രാജിവെച്ചു. ഈ അഴിമതി കേസുകളിൽ പെട്ട് നിരവധി മന്ത്രിമാർ അവർക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു, അന്വേഷണം നേടേണ്ടി വന്നു. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തൃണമൂൽ സർക്കാരിനെതിരെ ശക്തമായ വികാരമുണ്ട്. BJP-ക്കെതിരെ, അത് കേന്ദ്ര സർക്കാരിനെതിരെ ജനവികാരമുണ്ട്. ഇതെല്ലാം ഏത് രീതിയിലായിരിക്കും പ്രതിഫലിക്കുക എന്നതാണ് നിർണായകം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തൃണമൂൽ കോൺഗ്രസും BJP-യും തമ്മിലായിരുന്നു മത്സരമെങ്കിൽ ഇത്തവണ
ഈ രണ്ട് പാർട്ടികൾക്കുമൊപ്പം വളരെ ശക്തമായ സാന്നിധ്യമായി ഇടതുപക്ഷ പാർട്ടികളുണ്ട്. എല്ലാ മണ്ഡലങ്ങളും നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നതായി CPM നേതാക്കളെല്ലാം തന്നെ പരാതി ഉന്നയിച്ചു. CPM-ഉം BJP-യും എല്ലാം പരാതി ഉന്നയിച്ചിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഈ 2019-ലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആസൂത്രിതമായ ഈ അട്ടിമറികൾ നടന്നിരുന്നു, ബൂത്ത് പിടുത്തം നടന്നിരുന്നു. ഇത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ 7 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടത്തിയത്. അക്രമ സംഭവങ്ങൾ സ്വാഭാവികമായും ഉണ്ടായേക്കാം. പല സ്ഥലത്തും കേന്ദ്ര സേനയെല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് തടയാനുള്ള മുന്നൊരുക്കങ്ങൾ മറ്റു പാർട്ടികളും, അത് BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും അതിനുള്ള മുന്നൊരുക്കങ്ങൾ അവരെല്ലാവരും തന്നെ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായെല്ലാം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നതെങ്കിൽ യാതൊരു സംശയവും വേണ്ട, CPM-ന് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നാണ്. ശരി, കെ രാജേന്ദ്രനാണ് ബംഗാളിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കാൻ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 4 മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുക എന്നതാണ് കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി രാജേന്ദ്രൻ, ക്യാമറമാൻ വിനീഷ് നേതാജി ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെയും റിപ്പോർട്ടുകളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ശക്തമായ മത്സരം, ത്രികോണ മത്സരം തന്നെ നടക്കാനിരിക്കുന്നു പശ്ചിമ ബംഗാളിലും എന്നുള്ളതാണ് ഇപ്പോൾ രാജേന്ദ്രൻ റിപ്പോർട്ട് ചെയ്തത്.